നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താനൊന്നും മാട്രിമോണി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. അല്ല, എന്താ ഉദ്ദേശം? എന്നും കാണാറുണ്ടോ? ആ, എന്നും കാണാറുണ്ട്. എങ്കിൽ പിന്നെ മാട്രിമോണിയുടെ ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നൂടെ? നീ എങ്ങാനും വന്ന് എന്റെ തലയിൽ പെട്ടിരുന്നെങ്കിൽ ഞാൻ കുടുങ്ങിപ്പോയത്. ഇന്നും ലേറ്റ് ആണല്ലേ? മോനെ സ്കൂളിൽ കൊണ്ടുവിടേണ്ടി വന്നു, അതുകൊണ്ടാ. ഇവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നിട്ട് അവരൊക്കെ കൃത്യസമയത്ത് വരുന്നുണ്ടല്ലോ. ക്ഷമിക്കണം. ഇതിപ്പോ എല്ലാ ദിവസവും ഇത് തന്നെയാ ആവർത്തിക്കുന്നത്. ഇനി ഇങ്ങനെ ഉണ്ടായ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈ അടുക്കളയില് നിങ്ങൾ തന്നെ പാചകം ചെയ്യണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഒരു 5 മിനിറ്റല്ലേ താമസിച്ചോളൂ. അതിനിങ്ങനെ ഇവര് കിടന്ന് വായിട്ടലക്കുന്ന കാര്യം എന്താ? തെറ്റെന്റെ ഭാഗത്താ. 1 മിനിറ്റ് താമസിച്ചാലും അത് തെറ്റാണ്. ആ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാഡത്തിന്റെ വായിലിരിക്കുന്നത് കേട്ടാ മതി. ഞാൻ അവിടെ ഒന്ന് നോക്കിട്ട് വരട്ടെ. ഓ, രേവതി, ഇത് ഞാൻ ചെയ്തോളാം. മോളൊന്ന് അരിഞ്ഞു തന്നാ മതി.
ഇതെന്തീ കാണിക്കുന്നേ? കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതാ. ഇത്ര എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണ്ടേ? അവരുടെ ആരോഗ്യമല്ലേ പ്രധാനം. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോ ആ തുകയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി വെക്കേ. കുട്ടികളെ നന്നാക്കിയ പോരെ. ഓരോന്നും ഏത് കണക്കിനാ ചെയ്യണ്ടേന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരും സ്വന്തമായിട്ട് തീരുമാനമൊന്നും എടുക്കണ്ട. കേട്ടല്ലോ എല്ലാവരും? ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. അവരങ്ങനെ പലതും പറയും ചേച്ചി. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഞാനിതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ. പറഞ്ഞോട്ടെ. പത്മ, പത്മ, താനെന്നും മാട്രിമോണി ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. അല്ല, എന്താ ഉദ്ദേശം? എന്നും കാണാറുണ്ടോ? ആ, എന്നും കാണാറുണ്ട്. എങ്കിൽ പിന്നെ മാട്രിമോണിയുടെ ഓഫീസിൽ പറഞ്ഞിട്ട് അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നൂടെ? അപ്പൊ രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. തനിക്ക് വരുന്നവരെയും അവിടുന്ന് പോകുന്നവരെയും വാച്ച് ചെയ്യാം. അവിടെ ഒരു സെക്യൂരിറ്റി ആവും. അതിനെനിക്ക് എല്ലാവരെയും കാണേണ്ട കാര്യമില്ലല്ലോ. തന്നെ മാത്രല്ലേ കാണണ്ടോ? ഹേയ് പത്മ, എടോ, ഞാൻ എത്ര കാലമായി പറയുന്നു തന്നെ എനിക്ക് ഇഷ്ടാന്ന്. താൻ എന്താ അതിനൊരു മറുപടി പറയാത്തെ? മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.